ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു സത്യാമ്മയെ കാത്തു നിൽക്കുന്നതായി സത്യാമ്മയ്ക്ക് മനസ്സിലായി. ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണു ചോദിച്ചു, അമ്മേ എന്നാ പോണ്ടേ എന്ന് ചോദിച്ചതും സത്യാമ്മ ചോദിച്ചു, എങ്ങോട്ട്, എവിടെ പോകുന്ന കാര്യാടാ എന്ന് സത്യാമ്മ അന്വേഷിച്ചതും വിഷ്ണു പറഞ്ഞു, അല്ലമ്മേ, അമ്മ പറഞ്ഞില്ലേ ഇന്ന് കളക്ടറെ കാണാൻ പോകണമെന്നും കളക്ടറോട് നന്ദി വാക്ക് പറയണമെന്നും, അക്കാര്യം ഞാൻ ചോദിച്ചത്. വാ നമുക്ക് പോകാം എന്നാ വിഷ്ണു പറഞ്ഞത് കേട്ട് സത്യാമ്മ അല്പനേരത്തേക്കൊന്ന് ആലോചിക്കുന്നു. അപ്പോഴാണ് അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന രാഘവൻ നായരും വിഷ്ണു പറയുന്നതെല്ലാം ശ്രദ്ധയോടെ നോക്കി നിന്നത്. ഈ സമയത്തായിരുന്നു താഴേക്ക് പപ്പിമോളെയും കൂട്ടി ശ്യാമ ഇറങ്ങി വരുന്നത്. ശ്യാമ വിഷ്ണുവിന്റെ സംസാരം കേട്ട് ആകെ ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. സത്യത്തിൽ വിഷ്ണു കളക്ടറെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്നതായിരുന്നു ശ്യാമയുടെ മനസ്സിലെ ആശങ്ക. അത് മാത്രമല്ല, സത്യാമ്മയും വിഷ്ണുവേട്ടനും കൂടി കളക്ടറെ കാണാനായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന, അവിടെ വെച്ച് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ശ്യാമയ്ക്കും ആദ്യമായി. കുഞ്ഞേച്ചിയെ നേരിൽ കണ്ടാൽ ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ ഓർത്ത് ശ്യാമ ടെൻഷനോടെ നോക്കി നിന്നു. അപ്പോഴാണ് സത്യാമ്മ വേഗം പുറത്തേക്ക് നോക്കി പിള്ളേ എന്ന് ഉറക്കെ വിളിച്ചത്. പിള്ളയെ വിളിക്കുന്നത് കേട്ടതോടെ വിഷ്ണു പറഞ്ഞു, അമ്മേ എന്തിനാ പിള്ളച്ചേട്ടനെ വിളിക്കുന്നത്? കാറ് മാറ്റിയിടാനാണെങ്കിൽ ഞാൻ ഇറക്കിയിടാം അമ്മേ എന്ന് പറഞ്ഞപ്പോ വീണ്ടും സത്യാമ്മ പിള്ളയെ എന്ന് വിളിച്ചു. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ അകത്തേക്ക് എത്തി. എന്താ സത്യാമ്മേ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ ചോദിച്ചു, പിള്ളേ എന്താ കളക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞത്? കളക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ പിള്ളേച്ചൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സത്യാമ്മേ ഈ ഒരാഴ്ചത്തേക്ക് യാതൊരു ഒഴിവുമില്ല, അവിടെ എല്ലാം അപ്പോയിന്റ്മെന്റും ബുക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഈ ആഴ്ച നമുക്ക് കളക്ടറെ കാണാൻ കഴിയില്ല, കാരണം ഒരാഴ്ചത്തേക്കുള്ള എല്ലാം ഷെഡ്യൂളായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പിള്ളച്ചേട്ടൻ അറിയിച്ചു. അല്ലെങ്കിലും ഈ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരൊക്കെ അങ്ങനെയാണല്ലോ, അവരുടെ ഓരോ ദിവസത്തെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഓരോ സ്ഥലത്തും ഒരു വാർഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് തന്നെ എത്ര ഫംഗ്ഷൻ ആയിരിക്കും ഒരു ദിവസം അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതും 3-4 ചടങ്ങുകളൊക്കെ ഉണ്ടാകും ഒരു ദിവസം അവിടെ തന്നെ ചെയ്യാനായിട്ട്. അങ്ങനെ അവർ ഓടി നടന്നല്ലേ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അത് മാത്രമല്ല, ഒരു വാർഡിനെ സംബന്ധിച്ച് എല്ലാ ചടങ്ങിലും കളക്ടർ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്ന പലരും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കളക്ടർമാരെ പോലെയുള്ള ആളുകളൊക്കെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്താണ് അവരുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഷെഡ്യൂളിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ഒരാഴ്ചത്തേക്ക് കളക്ടർ മേഡത്തെ കാണാൻ കഴിയില്ല എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാകും? അതെ അമ്മേ, അമ്മയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നന്ദി വാക്ക് പറഞ്ഞാൽ മതിയോ? എന്റെ അമ്മേ, ആ കളക്ടർ മേഡം കാരണമല്ലേ ഇന്ന് നമുക്ക് ഇത്രയേറെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കേ അമ്മേ, അമ്മയുടെ ജീവൻ രക്ഷിച്ചു, അതിന് കളക്ടർ മേഡത്തോട് ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? നമുക്ക് സത്യത്തിൽ ഒരു നന്ദി വാക്ക് ഒറ്റയൊരു വാക്ക് മാത്രമായിരിക്കാം, അവർക്ക് അതിന്റെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ താങ്ക്സ് എന്നൊരു വാക്ക് നമ്മൾ പറയണ്ടേ? അത് മാത്രമാണോ? ഓർത്തു നോക്കിക്കേ, നമുക്ക് വേണ്ടി കളക്ടർ മേഡം എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത്. അമ്മേ, ഒരു മനുഷ്യൻ ഒരു സഹായം ചെയ്തു തന്നാൽ അവരോട് താങ്ക്സ് പറയണം. നന്ദി പറയാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സമയം കാത്തു വെക്കരുത്. അമ്മേ, ഒരു കാര്യം ഓർത്തു നോക്കിക്കേ, അല്ലെങ്കിലും ആ കളക്ടർ മേഡം എന്ത് വിചാരിക്കും? അച്ഛനൊന്ന് ഓർത്തേ, ഈ നന്ദി എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം എന്താണെന്നും അതിന്റെ വില എന്താണെന്നും അച്ഛനൊന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല തന്നെ പിള്ളച്ചേട്ടൻ ഒരു കാര്യം ഓർത്തു നോക്കിക്കേ, എന്തെല്ലാം സഹായമാ ആ കളക്ടർ മേഡം നമുക്ക് ചെയ്തു തന്നത്. എന്നെ അന്ന് ഒരു കാര്യവുമില്ലാതെ ലോക്കപ്പിൽ പിടിച്ചിട്ടപ്പോ അവര് പോലീസുകാർ എന്റെ മേൽ ചാർത്തി തന്ന എല്ലാ കേസുകളും പിൻവലിപ്പിച്ച് എനിക്ക് ജാമ്യം നൽകി എന്നെ വിട്ടയച്ചു. യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട്, യാതൊരു വിധത്തിലും ഒരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിൽ എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അത് മാത്രമാണോ? പപ്പി, നീ ഒരു കാര്യം ഓർത്തേ, നമ്മുടെ വിഷ്ണു ലോകം എന്ന് പറയുന്ന ആ ഹോട്ടല്, അത് ആ കോർപ്പറേഷൻകാര് ഇടിച്ചു നിരത്തി അവിടെ ആ കെട്ടിടവുമെല്ലാം ഇടിച്ച് തവിട് പൊടിയാക്കിയതിനു ശേഷം അവിടെ പൊതുശ്മശാനം പണിയുമായിരുന്നു, അറിയില്ലേ? എന്നിട്ടോ ആ കളക്ടർ ഒറ്റ ഒരാള് നമ്മുടെ പേപ്പേഴ്സ് പോലും നോക്കാതെ നമുക്ക് സ്റ്റേ ചെയ്തു തന്നത്. അതെ, അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ദേ ഇരിക്കുന്ന നിന്റെ സത്യാമ്മയുണ്ടല്ലോ ഈ സമയത്ത് ജയിലിൽ കിടക്കുമായിരുന്നു. മനസ്സിലായോ? എന്താ പപ്പി, എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ പപ്പിയോട് വിഷ്ണു ദേഷ്യപ്പെടുമ്പോ ഉടനെ അത് കേട്ട് തന്ന രാഘവൻ നായർ ചോദിച്ചു, എടാ, നീ ഇത്തിരി പോന്ന ആ കൊച്ചിനോട് നീ ഇതൊക്കെ എന്തിനാണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും പെട്ടെന്ന് വിഷ്ണു ആകെ അതിശയപ്പെട്ടു നോക്കി. ആഹാ,
ഓ അയ്യോ അച്ഛാ, സോറി. അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞപ്പോ, കളക്ടറോട് ഒരു നന്ദി വാക്ക് പോലും അമ്മയ്ക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ഇമോഷണൽ ആയി പോയി അച്ഛാ. അതാ, ഞാനെന്നല്ല ആരും ഇമോഷണൽ ആയി പോകും എന്ന് പറഞ്ഞതും സത്യമ്മ പറഞ്ഞു, എടാ, എനിക്ക് കളക്ടറെ ഒന്ന് നേരിൽ കണ്ട് ഒരു നന്ദി വാക്ക് പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞു. പിള്ളച്ച ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്നാ സത്യമ്മ പറഞ്ഞത് കേട്ട് പിള്ളച്ചേട്ടൻ വിഷ്ണുവിനോട് പറഞ്ഞു, അതെ വിഷ്ണു മോനെ, മോൻ അറിയാത്തത് കൊണ്ടാണ്. കളക്ടർ മേഡത്തെ പോലൊക്കെ ഉള്ളവർ ഓരോ ഷെഡ്യൂൾ കണക്കാക്കിയാണ് ഓരോ മീറ്റിങ്ങുകളും ഫിക്സ് ചെയ്യുന്നത്. അതിൽ മാറ്റം വരുന്നത് എവിടെയെങ്കിലുമൊക്കെ ദുരന്തങ്ങളോ ഇതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവര് ഷെഡ്യൂൾ തെറ്റിച്ച് ഓരോ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പെട്ടെന്ന് ആലോചിച്ചു, അതിനിപ്പോ എന്ത് ദുരന്തം ഉണ്ടാക്കാനാ എന്നിങ്ങനെ ആലോചിച്ച് വിഷ്ണു എന്നതും പെട്ടെന്ന് പറഞ്ഞു, അമ്മേ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കളക്ടർ മേഡത്തെ ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ ക്ഷണിക്കാം, അപ്പോഴോ എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ടുനിന്ന പിള്ളച്ചേട്ടൻ പറഞ്ഞു, അതെ, അത് നല്ലൊരു ഐഡിയ. അത് വിഷ്ണു കുഞ്ഞ് പറഞ്ഞത് അത് നല്ല കാര്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, അതെ അതെ അമ്മേ, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ ചോദിച്ചു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്ത് ഫംഗ്ഷനാന്ന് പറഞ്ഞാ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുക? അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തണ്ടേ? ഇനി അടുത്ത മാസത്തേക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വിഷ്ണുലോകം ഹോട്ടലിന്റെ 7ാം വാർഷികമാണല്ലോ. വിഷ്ണുലോകം ഹോട്ടല് നമ്മള് ഇവിടെ ആരംഭിച്ചിട്ട് 6 വർഷം കഴിഞ്ഞല്ലോ. 6 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മള് വിഷ്ണു ഹോട്ടല് തുറന്നത്. അതും ഓഗസ്റ്റ് 19 എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, ആഹാ, അത് ജൂൺ 19 എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു ചോദിച്ചു, അതെന്താ, അതിന് കുഴപ്പമില്ലല്ലോ അമ്മേ, നമുക്ക് ആ ഫംഗ്ഷൻ ഇപ്പൊ നടത്താം, ഈ ആഴ്ച നടത്താം. അല്ല, നമ്മളിപ്പോ ഈ ഫംഗ്ഷൻ നടത്തുന്നതിന് ആരാ നമ്മളെ ചോദ്യം ചെയ്യാൻ വരുന്നേ? നമ്മുടെ വിഷ്ണു ഹോട്ടലിലെ ഫംഗ്ഷൻ അല്ലേ, അതിപ്പോ എന്ന് നടത്തിയാലും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, എടാ, അതിന് ഇനി 1 മാസം കാത്തിരിക്കണ്ടേ എന്ന സത്യാമ്മയുടെ ചോദ്യം കേട്ട് വിഷ്ണു പറഞ്ഞു, അത്രയും പോകണ്ടമ്മേ, നമുക്ക് ഈ ആഴ്ച തന്നെ നടത്താം, അത് മതി അല്ലേ അച്ഛാ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു, അതിലും കാര്യമുണ്ട്. ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ, നമുക്ക് നമ്മുടെ ഈ വിഷ്ണുലോകം ഫംഗ്ഷന്റെ വാർഷികത്തിന്റെ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റായി നമുക്ക് കളക്ടറെ വിളിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അമ്മയ്ക്ക് ഒരു പൂമാല ഇടുകയും അമ്മയ്ക്ക് ആ സദസ്സിലിരുന്ന് എല്ലാവരുടെയും കേൾക്കെ അമ്മയ്ക്ക് കളക്ടറോട് നന്ദിയും പറയാവല്ലോ എന്ന് പറഞ്ഞപ്പോ പിള്ളേച്ചനോട് സത്യാമ്മ ചോദിച്ചു, എന്താ പിള്ളയുടെ അഭിപ്രായം എന്ന് ചോദിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞു, അത് കൊള്ളാം സത്യാമ്മേ, വിഷ്ണു കുഞ്ഞു പറഞ്ഞതും നല്ലൊരു അഭിപ്രായമാണ് എന്ന് അറിയിച്ചു. ഉടനെ വിഷ്ണുവിന്റെ ആ താല്പര്യം കണ്ടതോടെ സത്യാമ്മ പറഞ്ഞു, സത്യാമ്മയോട് വിഷ്ണു ചോദിച്ചു, അമ്മേ, എന്താ അമ്മേ, അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം, കളക്ടറോട് ചോദിക്കാം, നമ്മുടെ ഫംഗ്ഷന് ഗസ്റ്റ് ആയിട്ട് കളക്ടറെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യാമ്മയോട് പപ്പിമോളി ചോദിച്ചു, സത്യാമ്മേ, അത് വലിയ ഫംഗ്ഷൻ ആണോ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫംഗ്ഷൻ ആണോ സത്യാമ്മേ എന്ന് ചോദിച്ചതും, ആടി, നമ്മള് വലിയ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്താനാണ് നമ്മൾ വിചാരിക്കുന്നത്, പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് എന്ന് സത്യാമ്മ പപ്പിമോള് കൊണ്ട് പറഞ്ഞു. പപ്പിമോള് വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പ്രതീക്ഷയോടെ സത്യാമ്മ ചാന്ദിയോട് സംസാരിക്കുന്നതിനായി കാതോർത്താണ്. അപ്പോഴാണ് സത്യാമ്മ അങ്ങനെ കാത്തു നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, വിഷ്ണു പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നമുക്ക് കളക്ടർ മേഡത്തെ ഇവിടത്തെ ഫംഗ്ഷന് വിളിക്കാവല്ലോ, അതാ നല്ലത് എന്ന് അറിയിച്ചു. അപ്പോ ഒരു നന്ദി വാക്ക് പറയാൻ കൂടി നമുക്ക് സാധിക്കും, ഇതുപോലൊരു കളക്ടറെ നമുക്ക് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞതും സത്യാമ്മ പിള്ളച്ചനോട് ചോദിച്ചു, അല്ല പിള്ളേ, കളക്ടറുടെ പേര് പിയുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പിള്ളച്ചേട്ടൻ പറഞ്ഞു, സത്യാമ്മേ, അനുപല്ലവി എന്നാണ് പേര് എന്നറിയിച്ചു. സത്യാമ്മ വേഗം തന്നെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയിട്ട് അനുപല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കണം. അനുപല്ലവിയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് കളക്ടറുടെ അരികിൽ വന്ന് ഫയലുകളൊക്കെ കൊടുത്ത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനുപല്ലവിയുടെ ഫോണിൽ കോള് വന്നത്. ഫോൺ എടുത്ത് നോക്കിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ മടി കാണിച്ചങ്ങനെ അനുപല്ലവി നിൽക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, കോൾ അറ്റൻഡ് ചെയ്യ്. ഉടനെ സത്യാമ്മയുടെ കോൾ ആയതുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഹലോ സത്യാമ്മേ എന്ന് അനുപല്ലവി കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിച്ചു. ഉടനെ അനുപല്ലവിയോട് സത്യാമ്മ ചോദിച്ചു, മോളെ, കളക്ടറുടെ അപ്പോയിന്റ്മെന്റ് കാര്യം സംസാരിക്കാനാ എന്ന് പറഞ്ഞപ്പോ അനുപല്ലവി പറഞ്ഞു, അയ്യോ സത്യാമ്മേ, ഈ ഒരാഴ്ചത്തേക്ക് മേഡത്തിന് ഒഴിവില്ല, എല്ലാം മീറ്റിങ്ങും ഷെഡ്യൂൾ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതെ, മേഡത്തോട് ഒരു
ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യം സംസാരിക്കാനായിരുന്നു. മേഡത്തോടൊരു നന്ദി വാക്കും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് സത്യമ്മ വിഷമത്തോടെ പറയുമ്പോൾ അനുപല്ലവി പറഞ്ഞു, അയ്യോ മേഡം, അയ്യോ സത്യാമ്മേ, ഇത്തവണത്തെ എല്ലാം ഷെഡ്യൂൾ ആയി കഴിഞ്ഞു. മേഡത്തിന് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഒഴിവുണ്ടാവുകയുള്ളൂ. മീറ്റിങ്ങുകളൊക്കെ ഫിക്സ് ആയതാണ് എന്ന് അറിയിച്ചു. സത്യാമ്മ വീണ്ടും അനുപല്ലവിയോട് ചോദിച്ചു, മേഡത്തോട് ഒരു നന്ദി വാക്ക് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാനായിരുന്നു. മേഡത്തിന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിച്ചു. ഉടനെ മേഡം ഇപ്പൊ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചതും മേഡം വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് അനുപല്ലവി മറുപടി നൽകി. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, മേഡത്തിന് ഒന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോ ശാലിനി ആലോചിച്ചു, എന്തിനായിരിക്കും സത്യാമ്മ നേരിട്ട് വിളിച്ച് ഇതെന്ന് പറയുന്നത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ശാലിനി ആലോചിച്ചതും അനുപല്ലവി വിളിച്ചിട്ട് ചോദിച്ചു, മേഡം സത്യാമ്മ വിളിക്കുന്നോ, മേഡത്തിന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചു, മേഡത്തോടൊന്ന് സംസാരിക്കാനാണെന്ന് എന്ന് പറഞ്ഞപ്പോ അനുപല്ലവിയുടെ ചോദ്യം കേട്ട് അരികിലിരുന്ന ശാരദാമ്മയെ ശാലിനി നോക്കി. അപ്പോഴേക്കും വിഷ്ണുവും സത്യാമ്മയുടെ എന്തായെന്ന് അന്വേഷിച്ചു. മേഡത്തിന്റെ കൈ കൊടുക്കാൻ പോവാ, മേഡം വീട്ടിലുണ്ട് എന്ന് വലിയ സന്തോഷത്തിൽ സത്യാമ്മ വിഷ്ണുവിനോട് പറഞ്ഞു. ഉടനെ ശാലിനി സത്യാമ്മയുടെ ഫോൺ കോൾ വാങ്ങിക്കാൻ തയ്യാറായി. ശാലിനി അനുപല്ലവിയോട് ഫോൺ തരാനായി ആവശ്യപ്പെട്ടു. ശാലിനി ഫോൺ കയ്യിലേക്ക് എടുത്തതും ശാരദാമ്മ ആകെ അതിശയത്തോട് നോക്കി. ശാലിനി ഇനി എന്താ പറയുന്നത്, ശാലിനി സത്യാമ്മയോട് സംസാരിക്കുമോ എന്നൊക്കെയുള്ള അതിശയത്തിൽ ശാരദാമ്മ നോക്കുമ്പോ ശാലിനി ഫോൺ വാങ്ങിച്ചതിന് ശേഷം സത്യാമ്മയുടെ കോള് കണ്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ ഉടനെ തന്നെ ഫോണുമായിട്ട് അവിടെ നിന്ന് ശാലിനി മാറി. അപ്പുറത്തേക്ക് ശാലിനി പോകുന്നത് കണ്ടതോടെ ശാരദാമ്മയ്ക്കും ആദിയായി. എന്തായിരിക്കും ഇനി അവൾ പറയാൻ പോകുന്നത്, എങ്ങനെയാകും കാര്യങ്ങൾ എന്നോർത്ത് ശാരദാമ്മയും ടെൻഷനിലായി. ഉടനെ ശാലിനി തന്നോട് സംസാരിക്കാനായി കളക്ടറുടെ സംസാരം കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് സത്യഭാമ. അപ്പോഴേക്കും ശാലിനി അപ്പുറത്തേക്ക് വന്നതിന് ശേഷം തന്റെ സാരി തലപ്പ് കൊണ്ട് ആ മൊബൈൽ ഫോണിന്റെ സ്പീക്കർ പതുക്കെ മൂടി വെച്ചതിന് ശേഷം ശാലിനി വേഗം ലൗഡ് സ്പീക്കറിലേക്ക് ഫോൺ ഇട്ടു. ഉടനെ ശാലിനി ഹലോ എന്ന് സംസാരിച്ചതും സത്യമ്മ, ഹലോ കളക്ടർ മേഡം, മേഡത്തെ കാണാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു. മേഡത്തോട് ഒരു നന്ദി വാക്ക് പറയണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മേഡം കാരണമാണ് സത്യത്തിൽ ഞാനിപ്പോ മേഡത്തോട് സംസാരിക്കുന്നത് തന്നെ എന്ന് സത്യാമ്മ ശാലിനിയോട് പറഞ്ഞു. വിഷ്ണു സത്യാമ്മ സംസാരിക്കുന്നത് കേട്ട് വളരെ പ്രതീക്ഷയോടെ അങ്ങനെ നോക്കുമ്പോ ശാലിനി സത്യാമ്മയോട് ചോദിച്ചു, പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും ശാലിനി സംസാരിക്കുന്നത് കേൾക്കാനായി പിന്നാലെ ശാരദാമ്മ എത്തി. സത്യാമ്മ പറഞ്ഞു, മേഡം ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്, വിഷ്ണു ലോകം. ഹോട്ടലിന്റെ 7ാം വാർഷികമാണ് ഈ ആഴ്ച നടത്തുന്നത്. അതില് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി മേഡം വരണമെന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. അക്കാര്യം പറയാനാണ് മേഡത്തെ വിളിച്ചത് എന്ന് സത്യാമ്മ അറിയിച്ചു. വിഷ്ണു വളരെ സന്തോഷത്തോടെ സത്യാമ്മ പറയുന്നത് കേട്ടങ്ങനെ നിൽക്കുമ്പോ സത്യാമ്മയോട് വളരെ സ്നേഹത്തോടെ ശാലിനി സംസാരിക്കുന്നതിനായി വിഷ്ണു കാതോർത്തങ്ങുന്നു. ശാലിനി അപ്പോഴേക്കും സത്യാമ്മയോട് പറഞ്ഞു, അയ്യോ മേഡം അതിനിപ്പോ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, മേഡം കുറച്ചു നേരത്തേക്കുള്ള കാര്യമല്ലേ, മേഡം ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഒന്ന് പങ്കെടുക്കണം, 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ മേഡം എന്ന് സത്യാമ്മ ആവശ്യപ്പെട്ടതും ശാലിനി പറഞ്ഞു, അതിപ്പോ എനിക്ക് പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾ ആയി പോയല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യാമ്മ പറഞ്ഞു, അതെന്നോട് PA പറഞ്ഞു, അല്പസമയം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, പ്ലീസ് മേഡം എന്ന് സത്യാമ്മ ചോദിച്ചു. അതെ, മേഡത്തെ ഞാൻ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, മേഡത്തെ പോലെ ഒരു നല്ല സ്വഭാവമുള്ള ഒരാളെ വേറെ ഞങ്ങൾ കണ്ടിട്ടില്ല. സത്യത്തിൽ മേഡം ഞങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങളാ ചെയ്തത്. എന്റെ മോനെ അന്ന് മേഡമല്ലേ ലോകകപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. പിന്നെ ഞങ്ങളുടെ വിഷ്ണു ലോകം ഹോട്ടൽ, ഇപ്പോ ആ ഹോട്ടൽ നിലനിന്ന് പോകുന്നതും മേഡം കാരണമാണ്. അന്ന് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ പോലും ഒന്നും നോക്കുക പോലും ചെയ്യാതെ മേഡം അന്ന് സ്റ്റേ ഓർഡർ തന്നത് കൊണ്ടാണ് ഇന്നിപ്പോ ഞങ്ങളുടെ ഈ ഹോട്ടൽ അതുപോലെ നിലനിൽക്കുന്നത്. മേഡം അന്ന് സ്റ്റേ ഓർഡർ തന്നില്ലായിരുന്നെങ്കിൽ അന്ന് എന്റെ മോൻ അവിടെ വന്നിട്ട് പോലും വിഷ്ണുമോനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ, വിഷ്ണുമോനെ ഒന്ന് കാണാതെ പോലുമാണ് അന്ന് മേഡം ആ പേപ്പർ സൈൻ ചെയ്ത് തന്നത്, സ്റ്റേ ഓർഡർ തന്നത് എന്ന് സത്യാമ്മ അറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അത് നിങ്ങൾ അർഹതപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്കെതിരെ കോർപ്പറേഷൻ കൊണ്ടുവന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ശാലിനി സത്യാമ്മയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ സത്യാമ്മ പറഞ്ഞു,
എന്തായാലും എന്റെ ജീവൻ കൂടി രക്ഷിച്ച ആളല്ലേ മേഡം, അതിനൊരു നന്ദി വാക്ക് മേഡത്തോട് പറയണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് എന്ന് സത്യമ്മ പറഞ്ഞത് ശാലിനി പറഞ്ഞു. അതിന് എന്നോട് നന്ദി വാക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, മനുഷ്യത്വമുള്ള ആരും ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തുള്ളൂ എന്ന് ശാലിനി പറഞ്ഞു. അപ്പോഴാണ് സത്യമ്മ പറഞ്ഞു, മനുഷ്യത്വമുള്ളവർ പോലും കാണിക്കുന്ന ആഗ്രഹിക്കാത്ത, ചെയ്യാൻ മടി കാട്ടുന്ന കാര്യമാണ് മറ്റാരെങ്കിലും ചെയ്തോട്ടെ എന്ന് മനുഷ്യത്വമുള്ളവർ പോലും ചിന്തിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നോട് ഇങ്ങനെ ഒരു ദയവ് മേഡം കാട്ടിയത്. അന്ന് മേഡം അങ്ങനെ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു അല്പസമയം കൂടി താമസിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത്. മേഡം അന്ന് എന്നെ മേഡത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയല്ലേ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അതുമാത്രമല്ല, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറയുന്നത് വരെ മേഡം അവിടെ കാത്തിരുന്നുവെന്നും ഞാൻ അറിഞ്ഞു. ഇത്രത്തോളം സന്മനസ്സും സ്നേഹവും ദയയും ഒന്നും ഒരാളും കാട്ടുകയില്ല മേഡം എന്ന് സത്യാമ്മ ശാലിനിയോട് അറിയിച്ചു. ഈ സമയത്ത് വിഷ്ണു അന്ന് ശാലിനി തന്നോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിച്ചു. അന്ന് വിഷ്ണുലോകം ഹോട്ടലിന് വേണ്ടി സ്റ്റേ ഓർഡർ വാങ്ങിക്കാനായി കളക്ടറേറ്റിൽ ചെന്ന് നിന്ന സമയത്ത് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ, രാവിലത്തെ ഭക്ഷണവും കഴിക്കാതെ തളർന്നു വീഴാനൊരുങ്ങിയ തനിക്ക് അന്ന് പൊതിച്ചോറ് തന്നെ തന്റെ വിശപ്പ് മാറ്റിയതും, അന്ന് ആ ഭക്ഷണം കഴിച്ചപ്പോൾ ആ രുചി, വർഷങ്ങൾക്ക് ശേഷം തന്റെ ശാലിനി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി താൻ തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് അന്ന് വിഷ്ണു ഓർത്തിരുന്നത്, അത് സത്യത്തിൽ എന്റെ ശാലിനി തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് വർഷങ്ങൾക്കിപ്പുറം ഞാൻ കഴിച്ചതെന്ന് വിഷ്ണു മനസ്സിൽ അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് സത്യാമ്മ ശാലിനിയോട് ശാലിനി ചെയ്ത ഓരോ ഉപകാരങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട്, അതിനൊക്കെ മേഡത്തോട് ഒരു നന്ദി വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല എന്ന് ശാലിനിയോട് സത്യാമ്മ അറിയിച്ചു. അതുകൊണ്ട് മേഡത്തെ സ്വീകരിച്ച് മേഡത്തിനെ പൊന്നാട അണിയിക്കണമെന്നും മേഡത്തിന് മാലയിട്ട് സ്വീകരിക്കണമെന്നും ഒക്കെ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മേഡത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഈ ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റായി ഞാൻ വിളിക്കുന്നത്. മേഡം ഒഴിവ് കഴിവുകൾ പറയരുത്, പ്ലീസ് മേഡം, മേഡം ഇതില് ഒന്ന് പങ്കെടുക്കണം എന്ന് ശാലിനിയോട് വീണ്ടും വീണ്ടും സത്യാമ്മ ആവശ്യപ്പെട്ടു. സത്യാമ്മ ഇങ്ങനെ കേണപേക്ഷിക്കുന്നത് പോലെ ഈ സത്യഭാമ ഇന്നേ വരെ ഒരാളോടും ഇതുപോലെ അപേക്ഷിച്ചിട്ടില്ല, ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് വിഷ്ണുവും പ്രതീക്ഷയോടെ എന്താണ് ശാലിനി പറയുന്നതെന്നറിയാനേ അങ്ങനെ കാത്തുനിന്നു. അപ്പോഴേക്കും സത്യാമ്മ പ്ലീസ് മേഡം എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും വീണ്ടും ശാലിനിയോട് ആ ഫംഗ്ഷനിൽ വരണമെന്ന് ഇങ്ങനെ താണ് അപേക്ഷിക്കുന്നത് പോലെ ആയതുകൊണ്ട് അവസാനം ശാലിനി അല്പനേരത്തേക്ക് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരാം. ആ ഒരു വാക്ക് കേട്ടതോടെ സത്യാമ്മയ്ക്ക് വലിയ സന്തോഷമായി. താങ്ക് യു മേഡം എന്ന് പറഞ്ഞ് എന്നാണ് ഫംഗ്ഷൻ എന്നും സമയം എപ്പോഴാണെന്നും ഞാൻ പിയോട് വിളിച്ചു പറഞ്ഞോളാം എന്ന് സത്യാമ്മ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുമ്പോ ഡോക്ടർ വരുമെന്ന് പറഞ്ഞ കാര്യം, ഈ ഫംഗ്ഷന് കളക്ടർ വരുമെന്ന് പറഞ്ഞതിന്റെ ആ സന്തോഷ വാർത്ത കേട്ട് വിഷ്ണു വലിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോ ശ്യാമയുടെ നെഞ്ചിൽ വലിയൊരു ഇടുത്തി വന്നത് പോലെ തോന്നുന്നു. ശ്യാമ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുമ്പോ ഫോൺ കട്ടായതിനു ശേഷം സത്യാമ്മ വളരെ സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, കളക്ടർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, സമയവും ദിവസവും ഇനി മേഡത്തെ അറിയിച്ചാൽ മതി എന്ന് സത്യാമ്മ എല്ലാവരോടും അറിയിച്ചതും പിള്ളച്ചേട്ടനും പൊന്നിയും രാഘവൻ നായരും ഒക്കെ വലിയ സന്തോഷത്തിലായി. ഇതിന്റെ എല്ലാം സാക്ഷിയായി നിൽക്കുന്ന ശ്യാമയ്ക്ക് മാത്രം വല്ലാത്ത ആശങ്കയും. അപ്പോഴേക്കും സത്യാമ്മയോട് പപ്പിമോളി ചോദിച്ചു, സത്യാമ്മേ ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണെന്നും ഒത്തിരി പ്രോഗ്രാം ഉണ്ടെന്നും അല്ലേ പറഞ്ഞത്, ഞാനെന്നാ സത്യയെ കൂടി വിളിച്ചോട്ടെ അച്ഛമ്മേ എന്ന് ചോദിച്ചതും, അതിനെന്താടി നീ സത്യയും നിന്റെ വേണ്ടപ്പെട്ടവരെ ഒക്കെ നീ വിളിച്ചോ, നമുക്കത് ആഘോഷമാക്കണം എന്റെ പൊന്നുമുത്തേ എന്ന് പറഞ്ഞ് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പപ്പിമോളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും കൊടുത്ത് സത്യാമ്മ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി വേദനയോടെ ആ ഫോട്ടോയിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് അമ്മ മുഖം മറച്ചു വെച്ചിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കി വേദനയോടെ വിഷ്ണു നോക്കി നിന്നു. ഫോൺ കട്ടായതിനു ശേഷം ശാലിനിയെ നോക്കി ശാരദാമ്മ ചോദിച്ചു, ഇനി മോളെ നീ എന്താ ഈ പറഞ്ഞത്, നീ ആ ഫംഗ്ഷന് പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ ഞാൻ ഇനി എന്ത് ചെയ്യും. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഇനി മോളെ നീ ചെല്ലാമെന്ന് വാക്കു കൊടുത്തില്ലേ, ഇനി ചെല്ലാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതും, അമ്മേ സത്യാമ്മ എന്നെ നേരിൽ കണ്ടാൽ എന്ന് ചോദിച്ചതും, എടി മോളെ അവരിപ്പോ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടല്ലേ നീ ചെല്ലുന്നത്, നീ ചെയ്തു കൊടുത്ത നന്മകളും സഹായങ്ങളും ഓരോന്നും അവർ തന്നെ ഇപ്പം എണ്ണി പറഞ്ഞില്ലേ. അതുമാത്രമല്ല ഇന്നിപ്പോ അങ്ങനെ ഒരു ആഘോഷം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നീ അന്ന് കൊടുത്ത സ്റ്റേ ഓർഡർ കൊണ്ട് മാത്രമല്ലേ, അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചേനെ, ആ കോർപ്പറേഷൻകാര് അതെല്ലാം ഇടിച്ചു നിരത്തുമായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ,
ഇപ്പോ അവര് ജയിലിലും കിടക്കേണ്ടി വന്നേനെ. അതിനൊന്നും നീ ഇടയാക്കിയില്ലല്ലോ. അതിൽ നിന്നൊക്കെ നീ അവരെ രക്ഷിച്ചില്ലേ. അത് മാത്രമല്ല, ഇപ്പോ ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞ് നിന്നെ ക്ഷണിക്കാൻ അവർക്ക് ജീവൻ നിലനിർത്തി കൊടുത്തതും നീയല്ലേ മോളെ. അല്ലായിരുന്നെങ്കിൽ അവർക്കിപ്പോ ഇങ്ങനെ ഒരു ആഘോഷത്തിന് നിന്നെ വിളിക്കാൻ പോലും കഴിയുമായിരുന്നോ എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു. എടി മോളെ, ഇനി ഇതെല്ലാം നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരവസാനമാണെങ്കിലോ, ഇതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിലോ, എന്ന് എല്ലാം ശരിയാകാൻ വേണ്ടിയാണ് ഇനി ഇങ്ങനെ ഒരു അവസരം വന്നിരിക്കുന്നതെങ്കിലോ എന്ന് ശാരദാമ്മ ചോദിച്ചതും ശാലിനി അല്പം നേരത്തേക്ക് ആലോചിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഇനി മോളെ, നീ പോണം, നീ പോകൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയുടെ തീരുമാനം അറിയാൻ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനി കുറച്ചു നേരത്തേക്ക് ആലോചിച്ചിട്ട് ശരി, ഞാൻ പോകാം എന്ന് ശാലിനി തീരുമാനം പറഞ്ഞതോടെ ശാരദാമ്മയുടെ മനസ്സിൽ സന്തോഷം തോന്നും. അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ ശ്യാമ റൂമിൽ ആ ബെഡിലാകെ തന്റെ ടോയ്സ് എല്ലാം വിതറിയിട്ടിട്ട് അവിടുന്ന് പോയ പപ്പിമോളുടെ കാര്യം പറഞ്ഞ് എത്ര പറഞ്ഞാലും പപ്പി ഇതിങ്ങനെ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ടോയ്സ് ഒക്കെ എടുത്ത് ആ ടേബിളിന് മുകളിലേക്ക് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും പപ്പി അവിടേക്ക് എത്തി. എന്താ അമ്മേ, അമ്മ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചതും അരികിലേക്ക് വന്ന പപ്പിയെ നോക്കി ശ്യാമ പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചില്ല, അപ്പൊ എനിക്ക് തോന്നിയതോ എന്ന് പപ്പി ചോദിച്ചതും ഉടനെ ശ്യാമ പറഞ്ഞു, ഓ, അപ്പൊ നീ കേട്ടിട്ടാ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പപ്പി പറഞ്ഞു, ഓഹോ, അപ്പൊ അമ്മയും ജീക്കെ അടിച്ചതല്ലേ എന്ന് ചോദിച്ചതും ജീക്കയോ, അതെന്താ എന്ന് ശ്യാമ ചോദിച്ചപ്പോ പപ്പിമോള് പറഞ്ഞു, ജസ്റ്റ് കിഡിങ്. അതെ, സത്യ ഇതുപോലെയുള്ള ഓരോ കുസൃതികൾ കാട്ടി കോമഡികൾ കാണിച്ചിട്ട് സത്യ പറയുന്നതാ ജസ്റ്റ് കിഡിങ് എന്ന്. അല്ലമ്മേ, ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ ആരാ എന്ന് പപ്പിമോളുടെ ചോദ്യം കേട്ട് ആകെ സ്തംഭിച്ചിരിക്കുന്നു ശ്യാമ.